സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനെത്തുന്ന റിപ്പോർട്ടർ TV വാർത്താ സംഘത്തെ ഉൾപ്പെടുത്തി കലകലക്കും കൊല്ലം എന്ന പേരിൽ ഒരു പോസ്റ്റർ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതേ ഉള്ളൂ. ആദ്യ കമന്റ് എത്തി, കൊല്ലം അല്ലെങ്കിലും ക്രിമിനൽ വാർത്തകളിൽ കലകലക്കുകയാണല്ലോ എന്ന്. ഇതിപ്പോ ഇങ്ങനെയാണ്, കൊല്ലത്ത് നിന്ന് എന്ത് വാർത്ത വന്നാലും അധിക്ഷേപങ്ങളുടെ പെരുമഴയാണ്. പപ്പടത്തിനും ലേസിനും കറിക്കും വേണ്ടി തല്ലുകൂടുന്നവരെന്ന് തുടങ്ങി വെട്ടും കൊലയും കിഡ്നാപ്പും അടക്കം ക്രിമിനൽ ഗുണ്ടായിസത്തിന്റെ നാടായി കൊല്ലത്തെ തീർപ്പ് കൽപ്പിച്ചുള്ള വിധിയെഴുത്താണ്. തെക്കനെയും മൂർഖനെയും കണ്ടാൽ തെക്കനെ ആദ്യം തല്ലിക്കൊല്ലണമെന്ന അരാഷ്ട്രീയ പഴഞ്ചൊല്ലിന്റെ പുതിയ വായ്ത്താരികൾ. 100 ഒരു തെക്കനിയായിരിക്കും, ബാക്കിയെല്ലാം വടക്കനിയായിരിക്കും. അതുകൊണ്ട് തെക്കനിയായിരിക്കും ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ഒരു സംഭവമില്ല. തിരിച്ച് പ്രതികാരമൊന്നുമില്ല, മനസ്സിലാക്കേണ്ട. അതേ കണക്കുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ബുദ്ധിയുള്ള ആൾക്കാരാണ് കൊല്ലം. ഈ നഗരത്തിലെ തെരുവുകളും ഇവിടുത്തെ മനുഷ്യരും മറുപടി പറയും, അക്കൊല്ലമല്ല ഇക്കൊല്ലം. കൊല്ലത്തുകാരെ കണ്ട ഇതേക്കെ നല്ല മനുഷ്യരെ എവിടെയും കിട്ടത്തില്ല. ഉമ്മ പറയുന്നതാണ്. ഒരു മൊബൈലിൽ കൂടെ ആർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. കുറ്റം പറയുമ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞു കൊടുക്കണം. നമ്മുടെ എല്ലാ സ്ഥലത്തും വഴക്ക് അടിയും ഉണ്ടല്ല, കൊല്ലത്ത് മാത്രമല്ല അടിയും വഴക്ക്. ഇങ്ങോട്ട് വന്നാലോട്ട് അങ്ങോട്ടും പോകത്തുള്ളൂ, ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ടും പോകത്തില്ല. ഇതാ കൊല്ലക്കാരുടെ ശീലം. കൊല്ലം കണ്ടാൽ ഒരുവൻ അവിടെ തന്നെ പാർക്കാൻ കൊതിച്ചിട്ടില്ല വേണ്ടെന്ന് ചൊല്ലുമെന്നുള്ള ചൊല്ലുള്ളത് അത്രേ. നമ്മുടെ ഈ കടലോരങ്ങളിൽ ഏറ്റവും സുരക്ഷിതമായ കടലോരം എവിടെയാണ്? കള്ളക്കടത്ത് നടക്കുന്ന ഒരു സ്ഥലം പോലും ഇല്ല കൊല്ലത്തിൻ്റെ കടലോരത്തിൽ. ഒരാളെ ചിലർ എല്ലാവരും പറയത്തില്ല, അങ്ങനെ ചിലരൊക്കെ പറയും. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന പഴഞ്ചൊല്ല് വെറുതെ അങ്ങുണ്ടായതല്ല. ശ്രേഷ്ഠമായ വാണിജ്യ പാരമ്പര്യവും സാംസ്കാരിക പൈതൃകവും കൊണ്ട് സമ്പന്നമായ കൊല്ലം ദേശം എല്ലാവരെയും ചേർത്ത് പിടിച്ചിരുന്നു. യൂറോപ്പ് മുതൽ ചൈനീസ് വൻകര വരെ വ്യാപിച്ചു കിടന്ന ഒട്ടേറെ രാജ്യങ്ങളുമായി വ്യാപാരബന്ധം പുലർത്തിയിരുന്ന കൊല്ലത്തെ കേരളത്തിലെ ഏറ്റവും നല്ല നഗരമെന്നാണ് ആഫ്രിക്കൻ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ ഇടം പിടിച്ച കുണ്ടറ വിളംബരവും ഐതിഹാസികമായ കടയ്ക്കൽ കർഷക സമരവും കൂലിക്ക് വേണ്ടി കയർ തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും നടത്തിയ സമരങ്ങളുമെല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയെടുത്തതാണ് കൊല്ലത്തിൻ്റെ വർത്തമാന കലാ സാംസ്കാരിക രാഷ്ട്രീയ ഭൂമികയിൽ. ഞാനൊരു സിനിമയിലൂടെ ശരിക്കും കൊല്ലത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കൊല്ലംകാരുടെ സ്വഭാവം നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണിപ്പം മെയിനായിട്ട് എല്ലാവരും അറിയേണ്ടത്. കാര്യം ഇവിടെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൂടെ നിൽക്കും. എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടാക്കിയാൽ ആദ്യം മനസ്സിലാക്കുന്നതും കൊല്ലംകാരായിരിക്കും. അകലങ്ങളിൽ നിന്നുള്ള വിധിയെഴുത്തുകൾക്കപ്പുറം ഈ നാട് എന്താണെന്ന് കണ്ടറിഞ്ഞ് അനുഭവിക്കാൻ കേരളത്തെ കൊല്ലം വരവേൽക്കുകയാണ് കലയുടെ മാമാങ്കത്തിലേക്ക്.